കരയകലും കപ്പല് പോലെ പിരിയുകയാണീരു ഹൃദയം. അതെ, റാസയും ബീഗവും തമ്മിൽ സലാം ചൊല്ലി പിരിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോ ബീഗം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അവര് റാസ ബീഗം വേർപിരിഞ്ഞ വാർത്ത നമ്മളെല്ലാവരും അറിയുന്നത്. നല്ലൊരു കോംബോ ആയിരുന്നു അല്ലെ. ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെ ആ സുഗന്ധം ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള വരികളാണ് റാസയും ബീഗവും കൂടിയിട്ട് വേദികളിൽ പങ്കുവച്ചിരുന്നത്. കേരളക്കരയിലെ മിക്ക ആളുകളും അവരുടെ പാട്ട് ആസ്വദിച്ചവരായിരിക്കാം. അത് പ്രണയമാവട്ടെ, വിരഹമാവട്ടെ, നല്ല ആഴമേറിയ ഒരു ചിന്തകളും അതുപോലെ തന്നെ ഫീലിങ്സ് ഒക്കെ നൽകുന്നതായിരുന്നു റാസ ബീഗത്തിന്റെ ആ ഒരു കോംബോയുടെ പാട്ട് എന്നുള്ളത്. എന്നാൽ അവര് വർഷങ്ങളായിട്ട് സംഗീതത്തിലും ദാമ്പത്യ ജീവിതത്തിലും, അതായത് അവരുടെ ജീവിതത്തിലും ഒരുമിച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ 1-2 വർഷങ്ങളിലായിട്ട് അവര് സംഗീതത്തിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ കുറച്ച് അകന്നിട്ടായിരുന്നു എന്നാ പറയുന്നത്. 6 മാസമായിട്ട് അവരെ വേദികളിൽ പരസ്പരം ഒരുമിച്ച് കാണാനേ ഇല്ല. പല ചോദ്യങ്ങളും പലരും ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്, അവര് പിരിയാണ് എന്നുള്ളത്. സലാം ചൊല്ലി പിരിയ അല്ലെ, അവരുടെ ഒരു പാട്ട് തന്നെ ഉണ്ട് സലാം ചൊല്ലി പിരിയുന്നതിനെ കുറിച്ചിട്ട്. എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള വരികൾ അവര് ഈ നമുക്ക് മുന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വരികളിലൂടെ തന്നെയാണ് അവരുടെ ജീവിതവും കടന്നുപോയിട്ടുള്ളത്. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും ബീഗമോ അല്ലെങ്കിൽ റാസയോ വ്യക്തമാക്കിയിട്ടില്ല. പിരിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും അതൊരു മാന്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെ ഇപ്പോഴത്തെ ദാമ്പത്യ ജീവിതം നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിയുന്ന സമയത്ത് എന്താണ് അതിന്റെ ഒക്കെ അവസ്ഥ, എന്തോ ആവട്ടെ. എനിക്ക് ഈ ഒരു വാർത്ത എന്റെ മുന്നിൽ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് ഓർമ്മയിൽ വരുന്നത്. കാരണം എന്റെ കൗൺസിലിംഗ് സെന്ററിൽ പലപ്പോഴും പ്രണയൊക്കെ പ്രശ്നങ്ങളിലായിട്ട് വരുന്ന പല കുട്ടികളും പറയാറുണ്ട്, സാറേ രാത്രി ഉറക്കം കിട്ടാറില്ല. അപ്പോൾ റാസ ബീഗത്തിന്റെ പാട്ട് അങ്ങനെ കേട്ട് കെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രണയം പ്രശ്നമായതിനു ശേഷം ഒരിക്കലും വിവാഹത്തിൽ അടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കുറെ കാലം പ്രണയിച്ചതിന് ശേഷം പിരിയാന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ പിരിയുകയാണ് ഇരു ഹൃദയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ കേട്ട് ഒരുപാട് ദിവസങ്ങളോളം റൂമിൽ ഇറങ്ങാതെ കേട്ട് കിടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ റാസയും ബീഗവും ഏത് പാട്ട് കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവരും അത്രയും വിഷമത്തോടു കൂടി പിരിഞ്ഞിരിക്കുകയാണല്ലോ. വിഷമം ഉണ്ടാവുമല്ലേ, അല്ല അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റൂല. എന്നിരുന്നാലും എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ കുട്ടികളോട്, അതേപോലെ തന്നെ ക്ലിനിക്കിൽ വരുന്ന കുറെ ആളുകൾ പലപ്പോഴും ചോദിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, സാറേ ആ റാസക്ക് എന്തു ഭാഗ്യം, അല്ലെങ്കിൽ ബീഗത്തിന് എന്തൊരു ഭാഗ്യമാണ്, എന്ത് മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. അവർ രണ്ടുപേരും പരസ്പരം പാട്ടുപാടി ഇങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ വേദികളിലും അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ അവരുടെ പാട്ട് കേൾക്കുമ്പോൾ പല കുട്ടികളും അതാണ് ജീവിതം എന്നാണ് കരുതിയിരുന്നത്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, പാട്ടിലെ വരികളല്ല ജീവിതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റേജിലെ പെർഫോമൻസ് അല്ല ജീവിതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ചാനലുകളിലെ ഏതെങ്കിലും പിന്നെ ഷോർട്സോ റീൽസോ അല്ല ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും പല വീഡിയോകൾ കണ്ടിട്ട് ഇതുപോലെയാണ് ജീവിതം ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല, ഭാര്യ ഇങ്ങനെയല്ല എന്നൊരു ബോധമില്ലാതെ പറയുന്ന കുറെ ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആണ് പെണ്ണെന്ന് പറഞ്ഞ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരാ. ഇഷ്ടങ്ങളൊക്കെ രണ്ടുപേരുടെയും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്റെ പോലെ തന്നെ എന്റെ ഭാര്യ ആവണമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ ഏറ്റവും വലിയ ഊളന മൊയന്ത, അതല്ലെങ്കിൽ അവളെ പോലെ ഞാൻ ആവണമെന്ന് അവൾ ആഗ്രഹിച്ച് നടന്നാൽ അവൾ അതിലും വലിയ മൊയന്ത. അങ്ങനെ ഉണ്ടാവരുത്. ആണായിട്ട് നിൽക്കണം, പെണ്ണായിട്ട് തന്നെ നിൽക്കണം. കാരണം മനുഷ്യരങ്ങനെ പല സ്വഭാവക്കാരും പല പ്രകൃതിയിലുള്ളവരാണ്. ചിലര് വെള്ളമാണ്, ചിലവര് മധുരമാണ്, ചിലവര് ചൂടാണ്, ചിലവര് തണുപ്പാണ്. അപ്പൊ മധുരമാവണം, എന്റെ ഭാര്യ മധുരമാണെങ്കിൽ ഞാനും മധുരമാവണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഞാൻ വെള്ളമാവട്ടെ, അങ്ങനെ ദാഹിക്കുമ്പോ ആ മധുരം ഈ വെള്ളത്തിലിട്ട് രണ്ടുപേർക്കും ആസ്വദിച്ച് കുടിക്കാലോ. പക്ഷെ അതിനുള്ളൊരു അവസ്ഥയില്ല ഇന്നത്തെ ദാമ്പത്യ ജീവിതങ്ങളിലേക്ക്. പലപ്പോഴും പല പ്രണയങ്ങളൊക്കെ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടിട്ട് ക്ലിനിക്കിലൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോൾ, അല്ലേ സാറേ നമ്മൾ പലപ്പോഴും സീരിയൽ കാണാറില്ലേ, TV കാണാറില്ലേ, അതിനുള്ള പ്രണയങ്ങളില്ലേ? അയ്യോ, എന്ത് സീരിയല്, എന്ത് TV, എന്ത് ചാനല്, എന്ത് പാട്ട്. നമ്മൾ ഈ പുറമേ കാണുന്നതൊന്നും അല്ല. എത്രയോ വാർത്തകൾ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അവരൊക്കെ ഇങ്ങനെ കയ്യും പിടിച്ച് ഹായ് ഹോയ് ഞങ്ങളിപ്പോ ഇതാ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ റീച്ച് കിട്ടാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. ഇതുപോലുള്ള ഒരു ഭാര്യ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലുള്ള ഒരു ഭർത്താവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ
എന്റെ ചങ്ങാതിമാരെ, ശരിക്കുള്ള ഒരു ജീവിതത്തിൽ അവരെക്കാൾ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തില്ല, ഒരിക്കലും അഭിനയങ്ങളില്ല. ഇപ്പൊ റാസയും ബീഗവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ അത് തന്നെയാണ് നല്ലത് കേട്ടോ. ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ ആ പിരിയൽ എങ്ങനെ സ്നേഹത്തോടു കൂടി, പകയോട് കൂടി ആവരുത്. ഇത് കുറെ കുറ്റം അവളുടെ വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ അവന്റെ വിളിച്ചു പറഞ്ഞ്, അതല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നിങ്ങളോട് കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ആ ഒരു കത്തിയൊക്കെ ചെന്നിട്ട് അവളെ കുത്തിമലർത്തുക, എന്ത് പോയത്തരാണല്ലേ. സ്വന്തം ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പെണ്ണിന് വേണ്ടി, ഒരു ആണിന് വേണ്ടി ഇങ്ങനെയൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം ഒരു നേരം ചോറ് തിന്നുന്ന ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മരിക്കുക, ഒരു ആണിന് വേണ്ടിയിട്ട് മരിക്കുക? അയ്യയ്യ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ എന്താ പറയാ, ഒരു ജാതി അന്തല്ലായ്മ. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, എത്ര തന്നെ ഒരുമിച്ച് സ്നേഹിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോയാലും എന്നും ഒരുപോലെ ഒരിക്കലും ജീവിതം ഉണ്ടാവൂല. എപ്പോഴും മനസ്സ് മാറാം, ജീവിതം മാറാം, സാഹചര്യങ്ങൾ മാറാം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെ വലിയ പ്രേമവും പ്രണയവുമായി നടന്ന ഒരാള് പെട്ടെന്ന് മറുകാല് വെച്ച് ചാടുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ല എന്നുള്ളൊരു അവസ്ഥ മനസ്സിലാക്കിയ പിന്നെ ഇഷ്ടത്തിനും സ്നേഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരാളെങ്ങനെ വാലും പിടിച്ചിട്ട് ഇങ്ങനെ നെലിമിളിയും കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ അയ്യയ്യേ, നമ്മുടെ നിലവാരം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഡിവോഴ്സ് ആകണം, പിരിഞ്ഞും ജീവിക്കണം എന്നല്ല പറയുന്നത്. കഴിവിന്റെ പരമാവധി ഈ ഞാൻ പറഞ്ഞില്ലേ, ആണാണ് പെണ്ണാണ്, അപ്പൊ രണ്ട് മനസ്സാണ്. നമ്മൾ പറയും ഒരേ മനസ്സ് ഒരേ ശരീരം, ഇതൊക്കെ തള്ളാനും പറയാനും ഉള്ളൂ. ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല. രണ്ട് ശരീരം തന്നെയാണ്, രണ്ട് മനസ്സ്, പല ചിന്തകൾ. അങ്ങനെ തന്നെയാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാമുകം കാമുകി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചുകൊണ്ട് സാഹചര്യവും അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറെയൊക്കെ വിട്ടുവീഴ്ച, അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ അംഗീകരിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളെ അവരെ അംഗീകരിക്കുക. അതെല്ലാം നമുക്ക് പറ്റാത്ത അവസ്ഥയൊന്നും മിണ്ടാതെ മാറിപ്പോയി നിൽക്കുക. പിന്നെ അതിനവിടെ തല്ലും വർത്താനും കോടതിയും ജയിലും ഒക്കെ ആയിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പൊ ഈ റാസാ ബീഗത്തിന്റെ ഈ ഒരു വാർത്ത വന്നപ്പോൾ അതിനോട് കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, അവര് നല്ല മനോഹരമായിട്ട് വേദികൾ പങ്കിട്ടിരുന്നു അല്ലെ. അവരുടെ ഓരോ പാട്ടുകൾ എന്ത് രസമായിരുന്നു, മനോഹരമായിരുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് അവരെ രണ്ടുപേരെയും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ഒരു വേർപിരിയുന്ന വാർത്ത വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഇനി ആ ഒരു കോംബോ നമ്മുടെ മുന്നിലില്ല. അവര് വേറെയാണ്, റാസ വേറെയാണ്, ബീഗം വേറെയാണ്. ഓക്കെ, അതായത് അവർക്കില്ലാത്ത പല പ്രശ്നങ്ങളായിരിക്കും ഇനി നമുക്ക് ഇങ്ങനെ പലതും പറഞ്ഞിട്ടല്ല. അവർ നമ്മളോട് വേർപിരിയാന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകളാണ് എങ്കിൽ അംഗീകരിച്ചു. അവർ കാര്യമായിട്ട് കുറ്റപ്പെടുത്തലുകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവർ ജീവിക്കട്ടെ. നമുക്ക് ഒരാളുടെ കൂടെ സന്തോഷമുള്ള മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിലനിർത്താൻ കഴിയില്ല എങ്കിൽ ഒറ്റക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ ഒരു വാതിൽ നമ്മുടെ മുന്നിൽ അടയുമ്പോൾ 100 വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. പക്ഷെ പണ്ടൊരാള് പറഞ്ഞ പോലെ ഈ അടഞ്ഞ വാതിലിന് നേരെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി തുറന്ന വാതിലുകൾ കാണുന്നില്ല. അത്രേ ഉള്ളൂ. ഏത് കാര്യവും ഇവിടെ ജീവിതകാലം മുഴുവൻ ആരും ആരോടൊപ്പം ഉണ്ടാവുന്നൊന്നും ആരും സ്വപ്നം കാണണ്ട. അത് എത്ര വർഷത്തെ പ്രണയമാണെങ്കിലും, എത്ര സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തതാണെങ്കിലും, മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഉള്ള കാലം ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മനോഹരമായ താളങ്ങളിലൂടെ, ലയനങ്ങളിലൂടെ മെല്ലെ മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ അല്ലെ. എന്താണെങ്കിലും ഇപ്പോ ഈ എന്തെല്ലാം വരികളാണ് റാസയും ബീഗവും കൂടി പാടിയത്, റാസാ ബീഗം എന്നുള്ള കോംബോ. അപ്പൊ അത് ഭയങ്കര അവരുടെ ലൈഫ് അങ്ങനെയാണ് എന്ന് 100% ചിന്തിച്ച ആളുകളൊക്കെ ഉണ്ടായേക്കാം. ആ വേദികളിൽ വരുമ്പോൾ ആരെങ്കിലും എഴുതി കൊടുത്തത്, അല്ലെങ്കിൽ അവർ തന്നെ മനുഷ്യന്മാരുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ വേണ്ടി എഴുതിയ വരികൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ പാടുമായിരുന്നു. ആ പാട്ടല്ല ജീവിതം. ഒരിക്കലും പാട്ട് ജീവിതമല്ല. അത് മനസ്സിലാക്കുക. നമ്മുടെ അടുത്തൊക്കെ കൗൺസിലിംഗിന് വരുന്ന പല ആളുകളുടെയും കാര്യം ഭയങ്കര രസമാണ്. ഒരുപാട് ഫാമിലി കൗൺസിലർ അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി ക്ലാസ് ഒക്കെ എടുത്തിരുന്ന ഒരാള് കൗൺസിലിങ്ങിന് വന്നിരുന്നു. അയാൾ ആദ്യം അതൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രശ്നം, ദാമ്പത്യ ജീവിതം ആകെ കൊളായി നാറി പൊളിച്ച് കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ജോലി എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയും, ജോലിയുടെ കാര്യം പറഞ്ഞ സാറിന് ഇവിടെ നിന്ന് ഓടിക്കും, ഞാൻ വലിയൊരു ഫാമിലി കൗൺസിലറും അതുപോലെ തന്നെ ഫാമിലി ട്രെയിനറും ഒക്കെ ആണെന്നുള്ളത്. ഓക്കെ, അയാളുടെ ജോലി അയാൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. പക്ഷെ സ്വന്തം ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ടവളുമായിട്ടൊരു വിട്ടുവീഴ്ചക്ക്, അതേപോലെ തന്നെ ഇഷ്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല അയാള്. ഭയങ്കര ദേഷ്യക്കാരനാ. ഒരു ദേഷ്യം നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്കും ആകെ പൊട്ടിത്തെറിച്ച് ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ ദിവസങ്ങളോളം ആഴ്ചകളോളം പിണങ്ങി നിൽക്കും. ആകെ കുടുംബത്തിൽ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പിരിയണം, പിരിയാതിരിക്കരുത്. കാരണം എന്താണ്,
എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിങ്ങനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെട്ട പോലെ പാത്രങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഇതൊക്കെ അല്ലേ കാണുന്നത്. എപ്പോഴേലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും ലൈഫിലൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും മക്കൾക്ക് തീരെ മാതൃക ആവാൻ പറ്റാത്ത മാതാപിതാക്കളാണെങ്കിൽ അവർ പിരിയ തന്നെയാണ് നല്ലത്, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്നാ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഈ റാസ ബീഗം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ കോംബോ വേർപിരിഞ്ഞിരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു സംഗീത രംഗത്തൊക്കെ മനോഹരമായിട്ട് ചിന്തിക്കുവാനുള്ള അല്ലെങ്കിൽ ആസ്വദിച്ച് യാത്ര ചെയ്യുവാനൊക്കെയുള്ള കുറെ പാട്ടുകൾ നൽകി നമ്മൾ കുറെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചവരല്ലേ. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും നടത്താം. പടച്ചവൻ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. കാരണം അവർ അത്രയും ചിന്തിച്ച് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തി കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ പിരിഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പലരും ഇതുപോലെ പല വേർപിരിച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കില്ലാത്ത സങ്കടം പല ആളുകൾക്കും. അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ്, ഇങ്ങനെ മറ്റേതാ മറിച്ചാൽ ഇങ്ങനെ പല്ലി കുത്തിക്കൊണ്ടിരിക്കും. അതിൽ കാര്യമൊന്നുമില്ലടോ. നമ്മളാണെങ്കിലും അവരാണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരാ. അപ്പൊ നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരു ജീവിതത്തിന്റെ ഒരു താളം അങ്ങോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടി ചുരണ്ടിയിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വേർപിരിഞ്ഞിട്ടുണ്ട്. പിരിയുന്നവർ പിരിയട്ടെ, ജീവിതം അങ്ങനെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്നും ഒരുപോലെ ഒരിക്കലും ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ അംഗീകരിക്കാത്തൊരു മനസ്സ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ പിരിയുന്നത് തന്നെയല്ലേ നല്ലത്. അത്രേ ഉള്ളൂ. അപ്പൊ പ്രണയിച്ച് ഇങ്ങനെ ഭ്രാന്തായി നടക്കുന്ന കുറെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരോടാ എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നുമക്കളെ, പ്രണയിച്ചോളി, പക്ഷെ അതിൽ പിരാന്താവണ്ട. എപ്പോഴും ഏത് രീതിയിൽ എന്തും സംഭവിക്കാം. അതല്ലാതെ ഒരുത്തനോട് പോയിച്ചിട്ട് അതിന്റെ പേരിൽ പോയിട്ട് മരിക്കുക, ഒരുത്തനോട് പോയിച്ചിട്ട് അതിന്റെ വലിയ പിരാന്തായി നടക്കുക, അതിന് വലിയ ഊളത്തരം പൊട്ടത്തരം പിന്നെ എന്താ ഉള്ളത്? ഒന്ന് പോയ 10 വരും. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. നമുക്ക് അർഹതപ്പെട്ടതല്ലേ, അങ്ങോട്ട് പോട്ടടോ. നമുക്ക് അർഹതപ്പെട്ടത് നമ്മളിലേക്ക് ഇങ്ങോട്ട് എത്തും. അല്ലാതെ അർഹതപ്പെടാത്തതിന് പിന്നാലങ്ങനെ നടന്നിട്ട് നമ്മൾ തൂങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ എന്നെ സ്നേഹിക്കണേ, എന്നെ ഒഴിവാക്കരുത്, നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവനില്ല, പിന്നെ ഓക്സിജൻ മൂക്കിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിക്കില്ല, എന്ത് ഭർത്താൻ അതൊക്കെ. പല ആളുകളും പറയും, ക്ലിനിക്കിലുണ്ട് വന്ന സാറേ എനിക്ക് പറ്റണില്ല, അവനില്ലാതെ പറ്റണില്ല സാറേ, എനിക്ക് പറ്റണില്ല. ഇത്ര കാലം നോക്കിയാൽ അച്ഛനും അമ്മ അവിടെ നിന്ന് കരയുക, അവൾക്ക് അത് പറ്റണില്ല. 10, 20, 22 വർഷം നോക്കി ഉണ്ടാക്കി വളർത്തിയ വാപ്പ ഉമ്മ അച്ഛൻ അമ്മ ഒക്കെ അവിടെ ഇരുന്ന് വിഷമിച്ച് കരയുക. ആ കണ്ണീര് അവള് കാണണില്ല മൊയന്ത്. എന്നിട്ട് 1 or 2 വർഷം പ്രേമിച്ച് പ്രണയിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന് വേപ്പിന്റെ മേലോട്ട് ഒഴിവാക്കിയിട്ട് ഇനി വേണ്ട, എനിക്ക് വെറുപ്പാണ്, അവള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോ ഈ ചോറ് തിന്നണ, ഒരിക്കലെങ്കിലും ചോറ് തിന്ന ബുദ്ധി കാണിക്കാത്ത ഈ പറയണില്ല, ഈ ഹംകിച്ച് ആ പഹന് വേണ്ടിയിട്ട് പിന്നാലെ നടന്ന് ടെൻഷൻ അടിക്കുക, ഉറക്കുളി കഴിക്കുക, ഉറങ്ങുക, അല്ലെങ്കിൽ തൂങ്ങാൻ വേണ്ടി പോവുക. എന്താണ് ഇടേ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? വിട്ട് പിടിക്കടേ, അത്രേ ഉള്ളൂ. വിട്ട് പിടിക്കണം, എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കയ്യിൽ നിന്ന് പോയത് ഓട്ടോറിക്ഷ ആണെങ്കിൽ നമ്മൾ ബെൻസിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുന്നത് അവൻ കാണണം, അല്ലെങ്കിൽ അവള് കാണണം. അതാണ് പ്രതികാരം എന്ന് പറഞ്ഞാല്. അല്ല നമ്മളോട് ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്ത് കാര്യം? നല്ല രീതിയിൽ പ്രണയിച്ച് കുറച്ച് കഴിഞ്ഞ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മേഖലയിൽ ജോലി ചെയ്യുന്ന പഠിക്കുന്ന കുട്ടികൾ ഞാൻ മരിക്കണേ പോയി പറയണത്, മരിക്കുക. അയ്യേ, ഇത്ര കാലം നമ്മുടെ പൈസ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച വാപ്പ അമ്മ എവിടെ? നമ്മുടെ മാതാപിതാക്കൾ എവിടെ? അവരോടുള്ള ഒരു സ്നേഹം കാണിക്കാതെ നിങ്ങൾ വളർന്നു വന്നിട്ട് ആസ്വദിക്കാൻ വേണ്ടി അവനൊരു കഴുക കണ്ണുകൊണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് നിങ്ങൾ അവനക്ക് വഴിപ്പെട്ടു. എന്നിട്ട് അവനൊരു ഫ്രോഡാന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെയും ഒരു നാടും മാനും ഇല്ലാതെ അവനക്ക് വേണ്ടി ജീവിതം കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുമ്പോൾ തന്നെ വഷളാണ്. എന്തോ ആവട്ടെ, എന്താണെങ്കിലും മക്കളെ, നമ്മൾ സംഭവം എന്ന് മനസ്സിലാക്കുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോണൊരു പോട്ടെ, ഹാമിക്കിങ്ങള് അങ്ങനെ ഏതെങ്കിലും ഫ്രോഡാന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബിരിയാണി തിന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പറ്റുമെങ്കിൽ ഒരു 10 പടക്കം പൊട്ടിച്ച് ആസ്വദിച്ചോളി. അതാ എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും റാസ ബീഗം ഇനിയില്ല. ഇനി റാസ വേറെ, ബീഗം വേറെ. ഒരുപാട് ഓർമ്മകൾ നൽകിയ, ഒരുപാട് മനോഹരമായിട്ടുള്ള വരികൾ നൽകിയ ആ കോംബോ നമുക്ക് മുന്നിൽ ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒരു വാർത്താ ചാനലിലൂടെ. ബീഗമാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോടുകൂടെ ഇതുകൂടി പറഞ്ഞു എന്ന് മാത്രം. കാരണം സ്വപ്ന ലോകത്ത് നിന്ന് താഴോട്ടറിഞ്ഞ ഒരു മക്കളെ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഒന്നും തിരിച്ചറിവുണ്ടാവട്ടെ, തിരിച്ചറിവിലൂടെ ജീവിക്കുന്നവരാവട്ടെ. എന്തും ലോകത്ത് എപ്പോഴും സംഭവിക്കാം. അത്രേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ല. സ്നേഹത്തോടു കൂടി